അമേരിക്കൻ വ്യോമസേനയെ വെല്ലുവിളിച്ച് ഇറാന്റെ ഭൂഗർഭ സാമ്രാജ്യം. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം ദിനംപ്രതി രൂക്ഷമാകുമ്പോൾ ഇറാൻ തന്റെ ആണവ പദ്ധതി വീണ്ടും പുനർനിർമ്മിക്കുകയാണോ? അമേരിക്കയും ഇസ്രായേലും തുടർച്ചയായി നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് ശേഷവും ഭൂമിക്കടിയിലെ അതീവ സുരക്ഷിതമായ ഒരു പർവ്വത സമുച്ചയത്തിലേക്ക് ആയിരക്കണക്കിന് യുറേനിയം സമ്പുഷ്ടീകരണ സെൻട്രിഫ്യൂജുകൾ ഇറാൻ രഹസ്യമായി മാറ്റിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇറാനിലെ പിക്കാക്സ് പർവ്വതം അഥവാ മൗണ്ട് കൊളാങ് എന്നറിയപ്പെടുന്ന ഈ ഭൂഗർഭ സമുച്ചയമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ലക്ഷ്യമായി മാറിയിരിക്കുന്നത്. ഇത് വെറുമൊരു പർവ്വതമല്ല, ഇറാന്റെ ഭാവി ആണവശേഷിയുടെ ഹൃദയഭാഗമാകാൻ സാധ്യതയുള്ള കേന്ദ്രമാണെന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ശരത്കാലത്തോടെയാണ് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിലെ നിർണായക ഉപകരണങ്ങളായ ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ പിക്കാക്സ് പർവ്വതത്തിനുള്ളിലെ ആഴത്തിലുള്ള തുരങ്കങ്ങളിലേക്ക് മാറ്റി തുടങ്ങിയത്. ഈ നീക്കത്തെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇസ്രായേൽ അമേരിക്കയുമായി പങ്കുവച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ജൂണിൽ നടന്ന 12 ദിവസത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനും അതിന് പിന്നാലെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾക്കും ശേഷമാണ് ഈ മാറ്റം നടന്നതെന്നാണ് വിലയിരുത്തൽ. അതിനാൽ തന്നെ ഇറാൻ തങ്ങളുടെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ സുരക്ഷിതമായ ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഭാവിയിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണോ എന്ന സംശയം ശക്തമായിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തകർക്കാൻ കൂടുതൽ ശക്തമായ സൈനിക നടപടികൾ വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ പദ്ധതി വീണ്ടും സജീവമാകാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ ഇപ്പോഴത്തെ ആക്രമണങ്ങൾ മാത്രം മതിയാകില്ലെന്നും പിക്കാക്സ് പർവ്വതം പോലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളും ലക്ഷ്യമിടേണ്ടി വരുമെന്നും ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങൾ വിലയിരുത്തുന്നതായാണ് സൂചന. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിക്കാക്സ് പർവ്വതത്തെ തുറന്നു പറഞ്ഞ് പരാമർശിച്ചത്. ജൂലൈ 13 മാധ്യമപ്രവർത്തകനായ ഹ്യൂ ഹെവിറ്റിന് നൽകിയ അഭിമുഖത്തിൽ പിക്കാക്സ് ഒരു വലിയ ആക്രമണത്തിനുള്ള സാധ്യതയുള്ള ലക്ഷ്യമാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഞങ്ങൾ പിക്കാക്സ് പർവ്വതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ആവശ്യമായ സമയത്ത് അവിടെയും ശക്തമായ ആക്രമണം ഉണ്ടാകും. ഗ്രാനൈറ്റ് പാറകൾക്കിടയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഭൂഗർഭ സമുച്ചയം അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും വെല്ലുവിളിയാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ച വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ മാസങ്ങളിലായി പിക്കാക്സ് മേഖലയിലേക്ക് ട്രക്കുകളുടെ വരവും പോകലും വർദ്ധിച്ചതായും പുതിയ തുരങ്കങ്ങൾ ശക്തിപ്പെടുത്തുകയും സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തതായും സൂചനകളുണ്ടെന്നാണ്. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇറാൻ തങ്ങളുടെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ഭൂമിക്കടിയിലേക്ക് മാറ്റി ഭാവിയിലെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണെന്ന വിലയിരുത്തലുകളും ശക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് പിക്കാക്സ് പർവ്വതത്തെയാണ്. അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ഈ ഭൂഗർഭ സമുച്ചയമാകുമോ അല്ലെങ്കിൽ നയതന്ത്ര ഇടപെടലുകൾ വീണ്ടും സംഘർഷം ശമിപ്പിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരു വശത്ത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ആവർത്തിക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയും ഇസ്രായേലും സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി കൂടുതൽ കടുത്ത നടപടികൾക്ക് തയ്യാറെടുക്കുകയാണ്. ഈ ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമായാൽ അതിന്റെ പ്രത്യാഘാതം മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ആഗോള സുരക്ഷാ സംവിധാനത്തിലും എണ്ണ വിപണിയിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും വലിയ പ്രതിഫലനം സൃഷ്ടിക്കുമെന്നതാണ് നിലവിലെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.